ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ ആൻറ്റീൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് ഡേ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയതാട്ടോ. പിന്നെ അതാ എൻ്റെ ഈ മൈലാഞ്ചി എങ്ങനെയുണ്ട്, രസമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ തന്നെ വരച്ചാണ്. അപ്പോൾ ഉമ്മ അതാ വീട്ടിൽ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മനോടൊക്കെ നമ്മൾ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കൂടിയും ഈശൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ എങ്ങനെയാണ് പോകുന്നമ്മ? ഓട്ടോക്കാണ് പോകുന്നത്. ഹോളിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഹോളിലേക്കാണ് പോകുന്നത്. കുറച്ച് ലേറ്റായി തോന്നുന്നുണ്ട്. നമ്മൾ മാറ്റി പിടിച്ച് ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി ആകെ ഉഷാറായി. അപ്പം നമ്മളിതാ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. വേഗുതാ ഞാനിതാ ഉമ്മീൻ ഇതാട്ടിയും ഫാൻസി പോയതാ. ഇതിന്റെ ചങ്ങരി വീണ് പോയി. അപ്പം ഒരു ചങ്ങരി വാങ്ങാൻ പോയതാ. അവര് വരുന്നുണ്ട്, രണ്ടുപേരും വരുന്നുണ്ട്. ചങ്കിരി കിട്ടിയോ ആവോ? ചങ്കിരി കിട്ടിയോ? ഇവന്റെ ചുണ്ടിനെന്തോ പറ്റി. എപ്പോഴും ഉള്ളതാ. പെണ്ണാടലിന് പോകുമ്പോഴും കട്ട്ലേറ്റ് തിന്നുകൊണ്ട് പോകുന്ന ഇതാ. അപ്പം ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹോള്. ഇതാട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോൾ തന്നെയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് തന്നെ നമ്മളൊക്കെ തന്നെ തോന്നുന്നു എത്തിയ മൂത്താപ്പിയും പിന്നെ ഷഡൂഫിനും ഞങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് എത്തി. അപ്പം എത്തിയിട്ടുണ്ട് ആദ്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ പെണ്ണാണല്ലോ, പെണ്ണും കൂട്ടരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളവരെ കാത്ത് നിൽക്കുകയാണ്. ഡെക്കറേഷൻ ഹോളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല ഭംഗിയുണ്ടായി. പെണ്ണിൻ്റെ അനിയനാണ്. ഒന്ന് കാണിച്ചിട്ട് മുഖം കാട്ടു വെച്ചിട്ടാ കണ്ണാടിട്ടിട്ട് കണ്ടോളൂ അവനെ. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അല്ലേ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കും. ഇതാണ് നമ്മുടെ സ്വന്തം ആർക്കിടെക്ചർ നിയാസ് സെയിൻ അല്ലേ. പിന്നെ ഇതാ നമ്മളുടെ 3 സുന്ദരി കുട്ടികൾ. ഇവർ 3 പേരും കണ്ടപാടെ തന്നെ 3 സീറ്റൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്രദറിൻ്റെ മോനാട്ടോ. ഈ ബ്രദറിൻ്റെ ഏട്ടൻ്റെ മോനാണിത്. അപ്പോൾ ഇവനിപ്പം വന്നാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എല്ലാവരും ഇത് അവനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ വന്നപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാട്ടോ. വ്യാപള്ള വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് എല്ലാവരും.
അപ്പോൾ ഇഷമോൾ ഇതാ നമ്മുടെ എൻട്രിക്ക് വരാൻ വേണ്ടിയിട്ട് ഇതാ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഏതാ പാട്ട് വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ചോദിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പം
അങ്ങനെ ഞാൻ അത് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഫുഡ് കഴിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ബിരിയാണിയാണ് എടുത്തത്. അതേപോലെ തന്നെ ബീഫ് ഫ്രൈ, കൂന്ത ഫ്രൈ, മീൻ പൊരിച്ചത് അതും എടുത്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, വെറും ചോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പം ബിരിയാണിയാണ് ഇഷ്ടം. അതിനോട് ഞാൻ നല്ല രീതിയിൽ തന്നെ ബിരിയാണി തിന്നു. പിന്നെ അതേപോലെ തന്നെ പുഡിങ് ഉണ്ടായിരുന്നു, ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലോണം ഫുഡൊക്കെ ഞാൻ കഴിച്ചു. അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞതാ ഓൾമോസ്റ്റ് എല്ലാവരും പോയി. ഇപ്പം നമ്മൾ വീട്ടുകാർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളും ഇതാ പോകാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏൻ്റീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് അവർക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതാ നമ്മൾ ഹോളിൻ്റെ പുറത്തിറങ്ങി നിൽക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ പ്യാപ്പിളിൻ്റെ കാറിലോട്ടാണ് കയറിയത്. ഞാനും ഓളും പിന്നെ അവരുടെ മക്കളൊക്കെ ആയിട്ട് നമ്മളിത് അവളുടെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിലെത്തിയ പാടെ തന്നെ പിന്നെ നമുക്ക് വേഗം പോവേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വേഗം അവൾക്ക് കിട്ടിയതൊക്കെ നോക്കാം കേട്ടോ. അവൾക്ക് കുറച്ച് അപ്പൽ, ബാഗ്, ഡ്രസ്സ്, പെർഫ്യൂം, ഫോണ്, ഗോൾഡൊക്കെ ആയിട്ട് മാഷാല്ലാ അത് ആവശ്യത്തിലുള്ള സംഭവങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടു. ഇതും അതന്നെ പിന്നെ ഇഷാലിൻ്റെ ഡ്രസ്സ്, പിന്നെ വാച്ച് അങ്ങനെയല്ല ബോക്സസ് എടുക്കാൻ അതേപോലെ മതി. ബാഗ് ഇത് ചുരിദാറല്ലേ ഡെയിലിക്ക് അടിച്ചത്. കോട്ടൻ്റെ കുറേ ഉണ്ട്. അതന്നെ നമ്മൾ പോവാണ്. അപ്പൊ നമ്മളെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു.